പ്രാങ്ക് ചെയ്യാനുള്ള പരിപാടി കേട്ടോ. അപ്പോൾ ആളൊന്ന് പ്രാങ്ക് ആക്കാൻ വേണ്ടി പോകുന്നതാണ്, നല്ലൊരു പ്രാങ്ക് ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ ബാക്കിയൊന്ന് കണ്ടു നോക്ക്. പിന്നീട് സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ ട്വിസ്റ്റാണ് കേട്ടോ. ഫോൺ ബാലൻസ് ഇല്ല, അതുകൊണ്ടാണ്. ഫോണ് മേടിക്കുകയാണ്. ഒന്ന് എൻ്റെ ഫോണ് ഇതില്ല, അതുകൊണ്ടൊന്ന് ഫോണ് വിളിക്കാൻ തരുമോ എന്ന് കരുതി ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോണ് വാങ്ങുകയാണ് കേട്ടോ. പക്ഷേ നല്ല രീതിയിൽ തന്നെ അഭിനയിക്കുന്നുണ്ട് കേട്ടോ. നല്ല പക്ക ആക്ടിങ് ആണ്, അതുകൊണ്ടാണ് കേട്ടോ അവർക്കത് പെട്ടെന്നൊന്നും മനസ്സിലായില്ല കേട്ടോ. കുട്ടിക്ക് നല്ല രീതിക്ക് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ ആ കുട്ടികളുടെ ശ്രദ്ധ അവിടെ നിന്ന് വിട്ടു. അപ്പോൾ ഇവൻ എന്താ ചെയ്യുന്നത്, ഇവൻ്റെ കയ്യിലുള്ള ആ ഒരു ഡമ്മി ഫോണ് ഇവൻ ചുവട്ടിൽ വെക്കുകയാണ്. ശേഷം ആ കുട്ടിയുടെ ഫോൺ ഇവൻ പോക്കറ്റിലിടുകയാണ് കേട്ടോ, സേഫായിട്ട്. ഇനി സംഭവിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്ക്. ഇവൻ്റെ അഭിനയം കണ്ട ഇവനെ സിനിമയിലെടുക്കും കേട്ടോ. അജാതി അഭിനയം കേട്ടോ. ഇതാ പൊട്ടിക്കുന്നു, തേങ്ങ പൊട്ടിക്കുന്ന പോലെ 4 പീസായി ഫോണ്. പൊട്ടി പൊട്ടി എൻ്റെ പൊന്നോ, ചത്ത് 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 ചത്ത്. അടി എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഗൈസ്, വിഷുവിന് പടക്കം പൊട്ടുന്ന രീതിയിലുള്ള അടി. ആ പയ്യൻ തന്നെ 2026 വലിയൊരു ലക്കി മാനായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു അടി പയ്യന് കഴിഞ്ഞ കൊല്ലം ഒന്നും കൊണ്ടിട്ടുണ്ടാവില്ല. ഏതായാലും ആ കുട്ടിക്കൊരു ബിഗ് സല്യൂട്ട് കേട്ടോ. നല്ല എന്താ പറയുക, നല്ല കൈത്തഴക്കുള്ള കുട്ടിയാണെന്ന് തോന്നുന്നു കേട്ടോ. പതിഞ്ഞിട്ടുണ്ട് നല്ല രീതിക്ക് അവൻ്റെ മോന്തൊക്കെ തന്നെ. അവസാനം ആ വീഡിയോയിൽ ചോദിക്കുന്നുണ്ട് ആ കുട്ടി തന്നെ, വേദനയായോ എന്ന്. അപ്പോൾ ആ പയ്യൻ പറയുന്നത് കേട്ടോ, ഒരു വേദനയായില്ല, കാരണം അവൻ്റെ മോന്ത പൊളിഞ്ഞിരിക്കുകയാണ് അവിടെ. ആ സമയത്താണ് അങ്ങനെ ചോദിക്കുന്നത്. ഇനി ഇതുപോലുള്ള പ്രാങ്കോളികളൊന്നും ഈ സംഭവം കണ്ട് ഇറങ്ങൂല കേട്ടോ, അത് കാര്യം പറയാം. കാരണം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. സോറി വേദനിച്ചോന്ന് പറഞ്ഞപ്പോൾ, അതായത് തൻ്റെ മൊബൈലല്ല എറിഞ്ഞ് പൊട്ടിച്ചത്, ആ മൊബൈൽ ഒരു ഡമ്മി മൊബൈലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട് സോറി വേദനിച്ചോന്ന്. അപ്പോൾ ആ പയ്യൻ്റെ റിയാക്ഷനാണ് ഒട്ടുമില്ല. 2 കാര്യങ്ങളാണ് പൊട്ടിയത് അവിടെ. അവൻ്റെ കയ്യിലുള്ള ഡമ്മി ഫോണും പൊട്ടി, പിന്നെ അവൻ്റെ ചപ്പക്കുറ്റിയും പൊട്ടി. ആ ഫോണ് പൊട്ടിയതിനേക്കാളും 10 മടങ്ങായ രീതിയിലാണ് ഈ കുട്ടി അവൻ്റെ ചപ്പക്കുറ്റി അടിച്ച് കലക്കിയത് കേട്ടോ. ഏതായാലും 2026 അവാർഡ് ഈ കുട്ടിക്ക് തന്നെ കേട്ടോ. ആ ഒരു അവാർഡ് ഈ കുട്ടി നല്ല രീതിക്ക് തന്നെ കരസ്ഥമാക്കിയിട്ടുണ്ട്. പാവാ പയ്യൻ.